വീണ്ടും വന്നേക്കാണ്. ചെറിയ വിഷയമുണ്ട്, അത് ഫാൻ്റെ ആണ്. ഡേയ് എന്തോ ഇവിടെയൊക്കെ കിടന്നു. ഇതിനെന്ത് പറ്റാവോ? അല്ല തിങ്കളാഴ്ച അല്ലേ? വെറുതെ അല്ല. ഫെലിക്സ് അവൻ അതുപോലും നോക്കാൻ പറ്റൂല. പിന്നെ എനിക്ക് എൻ്റെ പണി നോക്കണ്ടേ? ഓ പിന്നെ എടാ നീ വലിയ ആളാവോ നിൽക്കല്ലേ. അപ്പം ആളാവണമെന്ന്. ആഹാ എന്താ കഴിക്കാൻ വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? വേണമെങ്കിൽ വല്ലതും പോയി തിങ്ങി. ഡാ എനിക്കിടെ ചിങ്കാനെ ഗൈസ്, ഇന്ന് ഇവനെ ഇവനെ ഏൽപ്പിച്ചു കാണിച്ചതാ. എന്തായാലും ഇവനെ ഏൽപ്പിച്ചു. സ്കൂളിൽ സ്കൂളിൽ പറഞ്ഞിട്ടല്ലേ പടാ. അണ്ണാ ഇന്ന് ഞാൻ സ്കൂളിൽ പോകണല്ലോ അണ്ണാ, ഇന്ന് മാത്രം ലീവ് താണ്ണാ. അണ്ണാ ഇന്ന് സ്കൂളിൽ പോകണല്ലോ അണ്ണാ, ഇന്നൊരു ദിവസം ലീവ് താണ്ണാ പ്ലീസ് അണ്ണാ. എന്തോ എങ്ങനെ അല്ല അണ്ണാ, ഒരു മാസം മുമ്പ് ഞാൻ സ്കൂളിൽ പോയതല്ല അണ്ണാ, അത്ര പോരെ അണ്ണാ. വന്ന് കയറാ ഗ്രൂപ്പിലേ ഞാൻ കണ്ട് എക്സാം ഉണ്ടല്ലേ അണ്ണാ. കൊണ്ടുപോകണില്ല. അയ്യോ 1 സ്റ്റാർ നാട്ടാരേ ഓടിക്കോ. ഓ 1 സ്റ്റാർ ആയി അണ്ണാ. അയ്യോ പോലീസ് അണ്ണാ. അണ്ണാ അണ്ണാ പതുക്കെ ഓടിക്കണ്ണാ. അയ്യോ പോലീസ് അണ്ണാ. പോലീസ് അണ്ണാനോ? പോലീസ് അണ്ണാ അണ്ണാ പറഞ്ഞ അണ്ണാ. നമുക്ക് ട്രെയിൻ കയറി രക്ഷപ്പെട്ടാലോ? അപ്പം സ്കൂളും അണ്ണാ. നീ സ്കൂളിൽ പോണ്ട. അപ്പം ഇത്ര നേരം വാട്ട് ആസിഡാന്ന് അണ്ണ ഇതിക്കൂടെയൊക്കെ കാറ് കയറ്റി കൊണ്ടുപോണേ. നീ ഇതെല്ലാം മോനെ കാണണ്ടേ? അപ്പുറം ഞാൻ കയറ്റി കൊണ്ടുപോയിണ്ടാവും. നേരത്താണ് സ്റ്റെപ്പിൽ കൂടെ. അല്ല ഈ പോലീസ് തൂക്കും. നമുക്ക് രണ്ടാൾക്കും ജയിലിൽ പോയി കിടക്കേണ്ടി വരും. വേണോ? വേണ്ട വേണ്ട അണ്ണാ. അണ്ണാ വേണ്ട അണ്ണ. പക്ഷേ ജീവനിൽ കൊതിയുണ്ടണ്ണ, അതുകൊണ്ടാ അണ്ണാ. അണ്ണാ ഇത് വേണോ? അമ്മ അണ്ണാ അണ്ണാ അങ്ങനായിപ്പോയി. അല്ലെങ്കിൽ ഞാൻ അതിന് സ്കൂളിൽ കൊണ്ടുപോയി വിടും. പറയാൻ പഠിക്കാതെയാണ്. ഓ നമുക്ക് സ്റ്റാർ പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നല്ല പടപടയ്ക്കാൻ നല്ല മഴ പെയ്യുണ്ട്. ചേട്ടൊന്നും അറിയിക്ക അമ്മേ. എന്തായാലും തെന്നുണ്ട് കൈസുണ്ടി കണ്ടാ. തെന്നുണ്ട്. ആ തെന്നണല്ല അണ്ണൻ്റെ കയ്യിലിട്ട് പാടണ. ഓ കൈസ് നമ്മുടെ സൂപ്പർ അങ്ങനത്തെ കാറിലൊക്കെ സർവീസിന് കൊടുത്തേക്കാം. അല്ലെങ്കിൽ മഴ നനഞ്ഞുകൊണ്ട് ആവശ്യമില്ലായിരുന്നു. നമുക്ക് എന്തായാലും ഇപ്പം എന്തെങ്കിലും മേടിക്കാം ഫെലിക്സിന് വേണ്ടി. എന്താ ഫെലിക്സിനോട് ഇത്രയും സ്നേഹം ഒന്നല്ല. അല്ലെങ്കിൽ അവൻ ഒന്നും ഉണ്ടാക്കി തരില്ല. അവന് മേടിച്ചു കൊടുക്കില്ലെങ്കിൽ. അപ്പോൾ അപ്പം ശരിയണ്ണ മേടിച്ചു കൊടുക്കാം. എന്താ മേടിച്ചു കൊടുക്കണ്ടേ? മന്തി. അണ്ണാ മന്തിയൊക്കെ വേണോ? വല്ല ഊണും മേടിച്ചു കൊടുക്കാൻ പോലെ അവന്. എന്നാൽ നിനക്ക് ഊണാറ്റേ ഉച്ചയ്ക്ക് വേണ്ട. എന്നാൽ അവന് മന്തി മേടിച്ചു കൊടുക്കണം. അവന് മന്തിയോ കിന്തിയോ എന്തും മേടിച്ചു കൊടുത്തോ. എനിക്ക് ഉച്ചയ്ക്ക് മന്തി കിട്ടിയാൽ മതി. അങ്ങനെ വേണം മിണ്ടാണ്ടി. എന്തായാലും വണ്ടി ഒന്ന് മോഡിഫൈ ചെയ്യണം. അങ്ങനെ ഈ വിചാരം മാത്രമേ എപ്പോഴുള്ളൂ. ചിലപ്പോൾ ഇതെന്താ ഇങ്ങനെ എനിക്കറിഞ്ഞൂടെ. ചിന്തിച്ചാണെങ്കിൽ എന്നോടാണോ ചോദിക്കണേ? പിന്നെ ആരോട് ഞാൻ ചോദിക്കും? അപ്പുറത്തൂടെ സാധ്യതയും ചോരാ ഏകദേശം. ഇതൊക്കെ ഒരു ഫണ്ണി മാറ്റേഴ്സ് അല്ലേ ചിന്തിച്ചാനേ? ടയർ വേണ്ട. ഈ ടയർ അടയ്ക്കും. അണ്ണാ ഏതോളാം എൻ്റെ
നന്നായിട്ട് കൊള്ളാം. ഫസ്റ്റ് ഫുൾ കൂട്ടിക്കണം. കാറില്ല പറഞ്ഞ ശരിയാണ്. അത് തന്നെ ഞാനൊന്നും പറഞ്ഞ ശരിയാണോ പറഞ്ഞാലും കാര്യമുണ്ടണ്ണ. ഇച്ചിട്ട് കൂട്ടിക്കോ. വലിയ കാറിന് വലിയ സ്പീഡ്. അണ്ണാ നമ്മളെ വണ്ടി ഇപ്പൊ പൊന്തിയിലോ. നന്നായിട്ട് എനിക്കത് കാണാനുണ്ട്. എൻ്റെ പൊന്നി അവിടെ വളച്ചിട്ട് ഇതെന്താ ജിങ്കിടാങ്ക? ഏകദേശം ജിങ്കിടാങ്ക്. ഓ പൈസ ഗൈസ് മറന്നു. പറഞ്ഞത് ഇവനോട് അത്ര സസ്പെൻഷൻ കയറ്റണ്ടാക്കി. കർത്താവേ ബ്രേക്കും പിടിച്ചിട്ട് കിട്ടുള്ളല്ലോ. ഏത് ജില്ല അറിഞ്ഞൂടണ്ണ. എൻ്റെ പൊന്നി ഇതെന്താ കറക്കോ? മതിൽ കറക്ക ആദ്യമായിട്ട് ഞാൻ കാണുന്നേ. അണ്ണാ ബ്രേക്ക് പിടിക്കണ്ണ. ബ്രേക്ക് പിടിച്ച് ഇങ്ങോട്ട് ഏത് ആ ഭിത്തിയും കൊണ്ടിടിക്കടാ ഫ്രാങ്കിളിനെ പോട്ട ഫ്രാങ്ക്ലിൻ അണ്ണ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എന്ത് കാര്യം അണ്ണ? ഞാനൊരു കാര്യം ചെയ്യാം. ഒന്ന് ഇറങ്ങി ചിന്താനേ. ഓ ചാടി ഇറങ്ങിയില്ലേ ചേട്ടാ. ട്രാക്ടർ വരുമോ 2 ദിവസം? മോനെ മോനെ അതിൽ കയറേ അണ്ണാ പോലെണ്ണ. നീ അവിടെ നിൽക്കടാ. വാ എൻ്റെ പൊന്ന് ചേട്ടാ ബസ് മോനെ ടൈം ആവും. എൻ്റെ പൊന്നെ എന്നെ ചേട്ടാ ബൈക്ക് വരുമോ? എൻ്റെ പൊന്നെ ഇത് പണിയായില്ല. നമ്മുടെ താറ് പോണു. ചിങ്കാനെന്ത് അണ്ണ? ഞാൻ അവിടെ ഉണ്ടണ്ണ. ഞാൻ എന്ത് ആദ്യം ഒരു വേഗണാറ് തന്നെ. ചേട്ടാ വണ്ടി ഒന്ന് തരുമോ? നാളെ തരാം ഇരിക്കില്ലേ? നാളെ തരാം. ഓഫ് കോഴ്സ് മോനെ. എൻ്റെ പൊന്നേട്ടാ ഇത് കഥയും പറഞ്ഞേക്കാളുള്ള സമയമല്ല. ഇടിക്കടാ ഇടുക്കി. എൻ്റെ പൊന്ന് തേങ്ങ ഇത് പെണ്ണ ഇടിച്ചിടും. വണ്ടി റിവേഴ്സൊക്കെ പോണേ. ഓക്കെ പോടാ വണ്ടി വെക്കടാ. എൻ്റെ അണ്ണന് ഇത്ര സസ്പെൻഷൻ കേട്ട വല്ല പ്രാന്ത് ഉണ്ടായ? എടാ എനിക്ക് പ്രാന്ത് ഉണ്ടായിട്ടല്ലേ നീ കയറ്റാൻ പറഞ്ഞിട്ടല്ലേ കയറ്റിയേ. നീ എവിടെ നിന്നുണ്ട് അണ്ണനെ അതേ മോനെ ആ വണ്ടി ഞങ്ങൾ എടുക്കണ്ടേ? അടുത്തോ എൻ്റെ പൊന്നെ ബ്രേക്ക് ഇടിച്ചിട്ട് മാത്രമേ വളക്കാൻ പറ്റുള്ളൂ. അത് വളർത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോണു. പോലീസ് സ്റ്റേഷന് പറ്റിയ വണ്ടിയാണ്. ഓഫ് റോഡ് പോകാൻ ഈ വണ്ടി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്നുവെച്ചാൽ അത്രയ്ക്ക് റോഡ് പോണ പൈസ നമുക്ക് എന്തായാലും കയറ്റി ഇടണം. എന്തായാലും നമ്മൾ വണ്ടി കയറ്റിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഇനി ഇറങ്ങിയിട്ട് എന്തെങ്കിലും ചെയ്യണം. ഫെലിക്സിന് പോയി ഒന്ന് കാണട്ടെ ഗൈസ്. ഒരു കാര്യം മറന്നുപോയി. ഫെലിക്സിന് പത്തി മേടിച്ചില്ല. ബാടാ ടോബി ആണ്ണ എന്താടാ ടോമി അണ്ണ എത്ര ദിവസമായി കൂട്ടിലിട്ടിട്ട് പോയിട്ട്. സോറിടാ. നീ ഇന്ന് എൻ്റെ റൂമിലൊക്കെ കേൾക്കും. അണ്ണാ ഈ വഴിയൊക്കെ വന്നിട്ട് 5 മാസമായി ഞാൻ. എന്താ ഫെലിക്സേ? എനിക്കൊന്നും പറയാൻ പറ്റില്ല. ടോമി ഒന്ന് പറഞ്ഞു കൊടുത്തേ. അവനെന്താ പറ്റിയേ? ഫെലിക്സേ ബൗവാ അവിടെ ഇവനെന്താ പറയണേ? നോക്കട്ടെ അണ്ണ. സയന്റിസ്റ്റ് ഇവനെന്തോ പറ്റി. എന്തു പറ്റി അറിയില്ല സയന്റിസ്റ്റ്. നോക്കട്ടെ ഒന്ന്.
എടാ ഫെലിക്സ് ബൗ ബൗ ഇതെന്തോ ഇങ്ങനെ സംസാരിക്കാൻ. അതന്നെയാണ് എൻ്റെ പൊന്നു സയൻറ്റിസ്റ്റ് ജീവൻ്റെ കുഴപ്പം. എന്താ ടോമി പറഞ്ഞേ? എടാ മണ്ട ഇങ്ങനെയൊന്ന് പറഞ്ഞിക്കണ്ട് വേഗം ഒന്ന് പറഞ്ഞ് താടാ മണ്ടൻ ജാക്കേന്നാണ് അവൻ ഉദ്ദേശിച്ച് പറഞ്ഞത് അണ്ണാ. ടോമി സത്യമാണോ? സത്യം ആണോ സയൻറ്റിസ്റ്റേ? എനിക്കങ്ങനെ അറിയടാ, ഞാൻ മനുഷ്യനല്ലേ, പട്ടിയല്ലല്ലോ. പറഞ്ഞാൽ ശരിയാ. എടാ ടോമി ഇവനെ പറയണമൊക്കെ ഒന്ന് ട്രാൻസ്ലേറ്റർ പോലും ഒന്ന് പറഞ്ഞു തരുമോ? നോക്കാം. 2 ലെഗ് മേടിച്ചാൽ ഞാൻ എന്ത് വേണം ചെയ്യാം. 2 ലെഗല്ല 3 ലെഗ് വരെ ഞാൻ മേടിച്ചു തരാം. എന്നാ ഓക്കെ. എന്താ പറഞ്ഞേ? അവന് വേഗം മരുന്ന് കൊടുത്ത് അവനെ ശരിയാക്കാൻ. സയൻറ്റിസ്റ്റ് ആ മരുന്ന് കൊടുത്ത് ഇത്തിരി കഴിപ്പുണ്ട്. കുഴപ്പമുണ്ടോ അവന്? സയൻറ്റിസ്റ്റ് മാറിയില്ലേ ഇവന്? ഞാൻ വെറുതെ പറ്റിത്തരാടാ നിന്നെ. ഇനി എൻ്റെ ഇതൊക്കെ മാറി. താങ്ക് യു സയൻറ്റിസ്റ്റ്. ഓടോ. അപ്പോൾ നമ്മൾ എന്ത് വിളിച്ചുള്ളൂ അടുത്ത വീഡിയോ കാണുമായിരിക്കും. ബൈ ബൈ. ലവ് യു ആൻഡ് ബൈ. Bye bye. Peace out.